നെറ്റ്ഫ്ലിക്സിൻ്റെ ലവ് ഡെത്ത് പ്ലസ് റോബോട്ട്സ് 4ാമത്തെ സീസണാണ് ഇപ്പോൾ റിലീസായത്. 10 എപ്പിസോഡുള്ളൂ. നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറിനകത്ത് സാധനം കണ്ടു തീർക്കാൻ പറ്റും. ടിം മില്ലറും ഡേവിഡ് ഫിഞ്ചറുമാണ് 4ാമത്തെ സീസണിൻ്റെ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരെല്ലാം സ്റ്റോറി എഴുതിയിട്ടുള്ളത്. സ്റ്റോറി എഴുതാൻ വേറെ ആളാണ്. ഈ ആദ്യത്തെ 3 സീസൺ കഴിഞ്ഞിട്ട് ടിം മില്ലർ പ്രൈമിന് വേണ്ടിയിട്ട് സീക്രട്ട് ലെവൽസ് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഈ സെയിം ജോണറിൽ ഇതേപോലെ അനിമേഷനുള്ള സാധനം. അതും ഈ ആദ്യത്തെ 3 സീസൺ പോലെ ഒരു ഗുമ്മില്ലായിരുന്നു. ഈ 4ാമത്തെ സീസണിൽ ഇതേപോലെ ഒരു ഗുമ്മില്ല. ആ ഒരു പഴയ സാധനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആദ്യത്തെ സീസണൊക്കെ ഗംഭീര സാധനമായിരുന്നു എന്നുള്ളതാണ്. ഗംഭീര സാധനമായിരുന്നു. അങ്ങനെയാണ് ഇവർ 3 സീസൺ ചെയ്തത്. ഇപ്പോൾ 4ാമത്തെ സീസൺ വരുന്നത്. ഇതിനകത്ത് 10 എപ്പിസോഡേ ഉള്ളൂ. എല്ലാം ചെറിയ എപ്പിസോഡ്സാണ്. പക്ഷേ സ്ട്രൈക്കിംഗ് ആയിട്ടൊരു എപ്പിസോഡും ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മളെ ഓർത്തിരിക്കാൻ പറ്റുന്ന എപ്പിസോഡ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരെണ്ണം കൊണ്ടാണ് ഒരു സ്ട്രൈക്കിംഗ് എപ്പിസോഡ്. ബാക്കിയെല്ലാം ഒരു ആവറേജ് സാധനം. 5 മിനിറ്റ് 6 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞു, തീർന്ന് അടുത്ത എപ്പിസോഡ് കാണാം. അങ്ങനെ ഒരു ആഫ്റ്റർ മാത്ത് തരാത്ത കുറേയധികം എപ്പിസോഡ്സ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തത്. നിങ്ങൾ ലവ് ഡെത്ത് പ്ലസ് റോബോട്ട്സ് ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടു തുടങ്ങാം. ഒരു അടിപൊളി സാധനമാണ്. ആദ്യത്തെ 3 സീസൺ വേറെ റേഞ്ചിൽ നിൽക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എല്ലാ എപ്പിസോഡ്സും ഇങ്ങനെ സ്റ്റാൻഡ് എലോൺ ആയിട്ട് നിൽക്കുന്നു. ഇതിന് ക്രോണോളജിക്കൽ ഓർഡർ ഒന്നുമില്ല. നീ 10ാമത്തെ എപ്പിസോഡ് ആദ്യം കാണണോ, അത് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ 5 കാണണോ, കാണാം. അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഓർഡറും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. എല്ലാ എപ്പിസോഡും ഭയങ്കര ഡിഫറൻ്റ് ആണ്. എല്ലാം ഡിഫറെൻറ്റ് അനിമേഷൻസ് ആണെന്നുള്ളതാണ്. ഒരേ ലെവലിലുള്ള അനിമേഷൻസ് ഇല്ല. ഓരോ സ്റ്റോറിക്കും വേണ്ട രീതി എങ്ങനെ. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര കളർഫുൾ ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റായിട്ടുള്ള സ്റ്റോറിക്ക് റിലേറ്റ് ചെയ്യുന്ന അനിമേഷൻസ് ആണ് എല്ലാത്തിനും കൊടുത്തുള്ളത്. ചിലതൊക്കെ ഭയങ്കര റിയാലിറ്റി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സീസണിൽ ഒരെണ്ണം ലൈവ് ആക്ഷനായിട്ട് ലൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് വേറെ എപ്പിസോഡ്സ് ഒന്നും അങ്ങനെ ഇല്ല, ഓർക്കുന്നില്ലേ? പക്ഷെ ആ എപ്പിസോഡ് ഈ പറയുന്ന പോലെ ഒരു ഈ ഏലിയൻ ഇൻവേഷൻ സംഭവങ്ങളൊക്കെയാണ്. ആ എപ്പിസോഡും കുഴപ്പമില്ല. അല്ലാണ്ട് ബാക്കിയെല്ലാം ആദ്യത്തെ എപ്പിസോഡ് എന്തോ ഒരു പാട്ടൊക്കെ ഞാൻ ഇൻട്രോ ആയിരിക്കും എന്ന് വിചാരിച്ച് അത് 5 മിനിറ്റ് എന്തോ ഉള്ളൂ. അങ്ങനത്തെ പോകുന്ന 10 എപ്പിസോഡാണ്. മൊത്തത്തിൽ 45 എപ്പിസോഡുണ്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ. ഇതിനിടയ്ക്ക് വേണ്ട ഇപ്പോൾ സീക്രട്ട് ലെവൽസും കാണാം കേട്ടോ. എന്നാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ക്രോസ് ഓവറായിട്ട് കാണാൻ പറ്റും. ഇതിനി അടുത്തൊരു സീസൺ കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല കാശിറക്കേണ്ട സാധനമാണ്. കാരണം ഇതിൻ്റെ അനിമേഷൻസൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്റ്റോറി വൈസ് പറയുന്ന 4ാമത്തെ സീസൺ എനിക്ക് അത്രയ്ക്കും കൊണ്ട് ഉപയോഗിച്ചില്ല. ബാക്കി എല്ലാ സീസണും കൊള്ളാവുന്നതുകൊണ്ട് ഇതും പെട്ടെന്ന് കണ്ടു തീർത്തു. അപ്പോൾ അതാണ് ലവ് ഡെത്ത് പ്ലസ് റോബോട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കാൻ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പിന്നെ സീക്രട്ട് ലെവലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വേണേൽ പോയി കാണും. അപ്പം അതാണ്. നിങ്ങൾ കണ്ടിട്ട് വന്ന് ഒപ്പീനിയൻസ് പറയാം.